പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരൻ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവാണല്ലോ. ആ രണ്ടാം വരവിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ മാസം കല്ലംകുളത്ത് ധ്യാനമുള്ളത് ബ്രദർ ജോസ് പുലിക്കോട്ടിൽ ബ്രദറിൻ്റെ നേതൃത്വത്തിലുള്ള റുകാഭിഷേക ധ്യാനം, മംഗളവാർത്ത ടീമിൻ്റെ ധ്യാനം 21, 22, 23 തീയതികളിൽ ഈ മാസം നടക്കുകയാണ്. അടുത്ത വെള്ളി, ശനി, ഞായറിലാണ് സംഭവം നടക്കുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് കഴിയുന്നത്ര ആളുകൾക്ക് അങ്ങോട്ട് പോവാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ കേട്ട് കൂടുതൽ വിശദീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാനുള്ളൊരു അവസരം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിനുള്ള പ്രിയ സഹോദരന്മാരെ, ധാരാളം ആളുകൾ അങ്ങോട്ട് പോകാൻ ഇടവരട്ടെ. കർത്താവിൻ്റെ വചനം ശ്രവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിക്കട്ടെ. ധാരാളം രോഗശാന്തികളും ധാരാളം അത്ഭുതങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം ധന്യമാകട്ടെ. അതിനായി ബ്രദർ ജോസ് പുലിക്കോട്ട് ബ്രദറിൻ്റെ ഈ ധ്യാനത്തെ, രോഗാഭിഷേക ധ്യാനത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങളവിടെ വരണം, ധ്യാനം കേൾക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കാം. കാരണം ഇനി അധികം കാലമൊന്നും മുന്നോട്ട് പോകാനില്ല. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തടുത്ത് വരികയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിനകത്ത് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ദിനം ആഗതമായിരുന്നു, അത് അത്യാസന്നമായിരുന്നു, അത് അന്ധകാരത്തിൻ്റെയും മനത്തകർച്ചയുടെയും ദിനമാണ്. അത് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അത് അടുത്തടുത്ത് വരികയാണ്. അതുകൊണ്ട് കഴിയുന്നത്ര ആളുകൾ ഈ രോഗാഭിഷേക ധ്യാനം, കല്ലംകുളത്ത് നടക്കുന്ന ധ്യാനം, മംഗളവാർത്ത ടീമിൻ്റെ ധ്യാനം, ജോസ് പുലിക്കോട്ട് ബുധറും ടീം മംഗളം നയിക്കുന്ന ആ ധ്യാനത്തിലേക്ക് വരണമെന്ന് ഞാൻ നിങ്ങളുടെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ വചനം കൂടുതൽ അടുത്തിരുന്ന് ശ്രമിച്ച് വിശുദ്ധി പ്രാപിക്കാൻ നമുക്കിടയാകട്ടെ. അതിനെ നമ്മെ ഓരോരുത്തരും കർത്താവാദിയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.